നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി അള്ളാഹു നൽകുമാറാവട്ടെ. അവന്റെ പൊരുത്തമുള്ള, അവന്റെ തൃപ്തിയുള്ള ഒരു മജ്‌ലിസുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ സർവ്വവിധ പാപക്കറകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാഫാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാം, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നമ്മെ കുറിച്ചിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ. മുമ്പ് കാലത്ത് കഴിഞ്ഞുപോയ സർവ പ്രവാചകന്മാരുടെ ഉമ്മത്തുകൾക്കും, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമൂഹത്തിന് കൊടുത്തിരുന്നു, ഓരോ സമുദായത്തിന് കൊടുത്തിരുന്നു. ഈ സമുദായത്തിനെ എല്ലാം മുൻനിർത്തിയിട്ട് അല്ലാഹു പറയുന്നു ഖൈറ ഉമ്മ. അവസാനത്തെ പ്രവാചകനാകുന്ന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താകുന്ന നമ്മെക്കുറിച്ച് മുത്തുനബി പറയുന്നു, ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമരായ സമുദായമാണ്, ഏറ്റവും ഉത്കൃഷ്ടരായ, ഏറ്റവും നല്ല സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങളെന്ന് ഹബീബുന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും നല്ല ഒരു സമൂഹമായി നമ്മെ സൃഷ്ടിച്ചു തന്നിട്ട് അതിന് വേണ്ട എല്ലാ ഒത്താശകളും നൽകിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രവാചകന്റെ ഉമ്മത്തായ നമ്മെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നു, തഅ്മുറൂന ബിൽ മഅറൂഫ്. അല്ലാഹു പറയാണ്, തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. കണ്ടോ, നല്ലത് കൊണ്ട് കൽപ്പിക്കുവാനും വ തൻഹൗന അനിൽ മുൻകർ, മോശമായ വിരോധിക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുവാനും എതിർക്കുവാനും അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും വിശുദ്ധമായ ഇസ്ലാമിന് നിരക്കാത്ത, ഇസ്ലാമിന് എതിരായ എല്ലാ കാര്യങ്ങളെയും എതിർക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ നിന്ന് ആരിൽ നിന്നെങ്കിലും ഒരാളിൽ നിന്ന് നിങ്ങൾ വിരുദ്ധമായ, ഇസ്ലാമിന് എതിരായ, എതിർക്കപ്പെടുന്ന വല്ല കാര്യവും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളിൽ നിന്ന് നിങ്ങൾ കണ്ടാൽ, ഹബീബായ തങ്ങൾ പറയുന്നു, ഫല്യുഅയ്യിറുഹു ബിയദിഹി, നിങ്ങളുടെ കൈ കൊണ്ട് എതിർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ അവരെ കൈ കൊണ്ട് അതിനെ തടുക്കണം, അതിനെ എതിർക്കണം. നിങ്ങൾക്ക് കൈ കൊണ്ട് അതിനെ തടുക്കാൻ പറ്റൂല, കൈ കൊണ്ട് അതിനെ എതിർക്കാൻ പറ്റൂല നിങ്ങൾക്ക്, എന്നാലോ നിങ്ങളുടെ നാവ് കൊണ്ട് അതിനെ എതിർക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങളുടെ നാവ് കൊണ്ട് അതിനെ എതിർക്കണം. നാവ് കൊണ്ടും എതിർക്കാൻ പറ്റുന്നില്ല, നാവ് കൊണ്ടും അതിനെ എതിർക്കാൻ പറ്റൂല, എന്നാലോ മുത്തുനബി പറയുന്നു, നിങ്ങളുടെ ഖൽബ് കൊണ്ട് അവരോട് നിങ്ങൾ അകൽച്ച പാലിക്കണം. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ ഖൽബ് കൊണ്ട് നിങ്ങൾ അകൽച്ച കാണിക്കണം. വദാലിക അദ്റഫുൽ ഈമാൻ, ഇത് പറഞ്ഞിട്ട് മുത്തുനബി പറയുന്ന ഇത് അദ്റഫുൽ ഈമാൻ, ഇത് ഈമാനിന്റെ ഭാഗമാണ്, ഇത് ഈമാനികമായ ശൈലിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആദ്യം പറഞ്ഞല്ല, കൈ കൊണ്ട് എതിർക്കാൻ പറ്റുന്നതാണെങ്കിൽ കൈ കൊണ്ട് തടുക്കണം, അതിനെ എതിർക്കണം. ഒരു മുൻകറായ
അള്ളാഹ് വിരോധിക്കപ്പെട്ട, അള്ളാഹ് എതിർക്കപ്പെട്ട ഒരു കാര്യം നിങ്ങൾ കണ്ടാൽ കൈ കൊണ്ട് നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമോ? കൈ കൊണ്ട് എതിർക്കണം. അതുകൊണ്ട് കഴിയുന്നില്ല. എന്നാലോ നിന്റെ നാവ് കൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കണം. നിങ്ങളുടെ വാക്ക് കൊണ്ട് അതിനെ തടുക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ സംസാരം കൊണ്ട് ആ മുൻകറായ, ആ മോശമായ കാര്യത്തെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കണം. അതുകൊണ്ടും കഴിയില്ല, നാവ് കൊണ്ടും കഴിയുന്നില്ല എങ്കിലോ ഖൽബ് കൊണ്ട് ആ ഒരു ആശയത്തോട്, ആ ഒരു പ്രവർത്തനത്തോട്, അല്ലാഹ് എതിർത്ത കാര്യത്തോട് നിങ്ങൾ അവിടെ നിന്ന് എതിർപ്പ് കാണിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതും അതാണ്, വതആമലൂ അലൽ ബിർരി വത്തഖ്വാ. നിങ്ങൾ പരസ്പരം സഹായിക്കണം. അലൽ ബിർരി വത്തഖ്വാ, നല്ലതുകൊണ്ടും തഖ്വ കൊണ്ടും നിങ്ങൾ പരസ്പരം നിങ്ങൾ സഹായിക്കുന്നവരാകണം, നിങ്ങൾ ഉപദേഷ്ടാക്കളാകണം. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, ദോഷമായ, മോശമായ, ഇസ്ലാമിനെതിരായ, ഇസ്ലാമിന്റെ വിരുദ്ധമായ, എതിർക്കപ്പെടേണ്ട കാര്യങ്ങളെ, ആ കാര്യത്തോട് നിങ്ങൾ ഒരിക്കലും കൂറുപിടിക്കാൻ പാടില്ല, ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അതിലേക്ക് നിങ്ങൾ അടുക്കാൻ പോലും പാടില്ലെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. ഹബീബായ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാത്തവൻ, റസൂലുള്ളാഹിയുടെ മഹബ്ബത്തില്ലാത്തവൻ, മുത്തു നബിയോട് സ്നേഹം പുലർത്താത്തവനുണ്ടോ, അവനോട് നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല, അവനെ സ്നേഹിക്കാൻ പറ്റൂല, അവനുമായിട്ട് സൗഹാർദ്ദത്തിൽ ഇടപെടാൻ കഴിയില്ല. കാരണം അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കാത്തവനാണോ, റസൂലുള്ളാഹിയോട് സ്നേഹം പുലർത്താത്തവനാണോ, മുത്തുനബിയുടെ സ്വലാത്തിന്റെ മജ്‌ലിസുകൾ കാണുമ്പോ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണോ, അതിൽ നിന്ന് മാറി നിൽക്കുന്നവനാണോ, അവനുമായിട്ട് സ്നേഹം പങ്കിടാൻ കഴിയില്ല. കാരണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ, ആ ഈമാൻ പൂർത്തിയാകുന്നത് എപ്പോഴാണ്? ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ മുസ്ലിമാണ് എന്ന ഐഡന്റിറ്റിയിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ മുസ്ലിമാണ്, ഇസ്ലാം എന്ന് പറയുന്ന ഐഡന്റിറ്റി, ആ ഐഡന്റിറ്റി കരസ്ഥമാക്കുന്നത് എപ്പോഴാണ്? വിശുദ്ധമായ ഇസ്ലാം പറയുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ഒരാൾ പറഞ്ഞാൽ അവൻ മുസ്ലിമല്ല, അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരൂല, അവൻ ഇസ്ലാമിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവരാകൂല. പിന്നെ എന്തുകൂടി ചേർക്കണം, എന്തുകൂടി അതിലേക്ക് ചേർക്കണം, വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുകൂടി അവനെ ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ ചേർത്താലേ അവർ മുസ്ലിമാകൂ. പേരുകൊണ്ട് മുസ്ലിമാകൂല, പേരുകൊണ്ട് മുസ്ലിമാകില്ല. മുസ്ലിമായ ഉമ്മക്കും വാപ്പക്കും ജനിച്ചു എന്നതുകൊണ്ട് അവന് മുസ്ലിമാന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും പരിസരങ്ങൾ, മറ്റേതെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എന്നതുകൊണ്ട് അവന് ഇസ്ലാമാണെന്ന് പറയാൻ പറ്റൂല. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ചൊല്ലുന്ന ഷഹാദത്ത് കലിമയുണ്ടല്ലോ, ഈ ഷഹാദത്ത് കലിമ പൂർണ്ണമായി ചൊല്ലിയാലേ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരില്ല. കണ്ടോ നിങ്ങൾ, ഷഹാദത്ത് കലിമ പൂർണ്ണമായിട്ട് അവനെ ചൊല്ലണം. എങ്ങനെ ചൊല്ലണം? അവന്റെ നാവ് കൊണ്ട് പറയുമ്പോ അവനെ വാസ്തവമാക്കണം, അവന് വിശ്വാസമുണ്ടാവണം, അവന് വിശ്വാസത്തോടു കൂടെ അവന് ചൊല്ലണം. ഒരാൾ ഇങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടന്നു വരൂല, ഇസ്ലാമിലേക്ക് കടന്നു വരികയില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അവന് സാക്ഷിയോടുകൂടെ, അവന് ഉറപ്പോടുകൂടെ അവിടുന്ന് ചൊല്ലണം. ഞാൻ ഇതിനിടയ്ക്ക് ഒരു പുസ്തകം വായിച്ചപ്പോ മഹാനായ ഹസൻ മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകത്തിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരു വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമായിരുന്ന മഹാനായ ശംസുല്ലമായ കുറിച്ചിട്ട് എഴുതിയ പുസ്തകം എഴുതിയെടുത്ത് മഹാനവർകൾ അവിടുന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ സാന്ദർഭികമായിട്ട് മഹാനവർകളെ കുറിച്ചിട്ട് അവിടുന്ന് എഴുതി വെച്ചെടുത്ത് പറയുന്നു. ഒരിക്കൽ കോർട്ടിൽ ഇങ്ങനെ വാദിക്കുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അവന് മുസ്ലിമായി. ഈ വാദമാണ് അവിടുന്ന് കോർട്ടിലൂടെ അവിടുന്ന് വാദിക്കുന്നത്. ഒരു ഹൈന്ദവനായ സഹോദരനാണ് ജഡ്ജി. ആ ജഡ്ജി ഇങ്ങനെ പറയുന്നുണ്ട്, പുത്തൻ പ്രസ്ഥാനക്കാരനുമായിട്ടുള്ള വാദമാണ്. ആ വാദത്തിനിടയിൽ മഹാനായ ശംസുൽ ഉലമ ചോദിച്ചു അത്ര അദ്ദേഹത്തോട്, എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം എന്ത് പറയണമെന്നാ പറഞ്ഞത്? അയാൾ പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. വീണ്ടും ഒരു 5-6 പ്രാവശ്യം അവിടുന്ന് ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മുസ്ലിമാണോ? ജഡ്ജിനോട് ചോദിച്ചു, ഹൈന്ദവനായ ഒരു സഹോദരനോട് മഹാനവരോട് ചോദിച്ചു, നിങ്ങൾ മുസ്ലിമാണോ? അദ്ദേഹം അവിടെ നന്ദപ്പെട്ടു പോയി, അല്ല ഞാൻ മുസ്ലിം ആയിട്ടില്ല. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞില്ലേ, നിങ്ങൾ ഇസ്ലാമാണോ? ജഡ്ജി അവിടുന്ന് മുട്ടൂത്തി പോയി. കാരണം എന്തേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടാവണം. അല്ലാഹനെ കുറിച്ചിട്ട് അവന്റെ വിശ്വാസം വരണം. ഏകനായ സർവശക്തനായ സർവജ്ഞനായ അല്ലാഹ് എന്ന വിശ്വാസം അവന്റെ മനസ്സിലുണ്ടാവണം. പോരാ വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പൂർണ്ണമായ വിശ്വാസം അവന്റെ മനസ്സിലുണ്ടാവണം. എങ്കിലേ അവൻ മുസ്ലിമാവുകയുള്ളൂ, എങ്കിലേ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയുള്ളൂ. ഇതാണ് ആശയം, ഇതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം, ഇതാണ് വിശുദ്ധമായ ഇസ്ലാം അവിടുന്ന് പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് പറയാത്ത പക്ഷം അവന് ഇസ്ലാമല്ല. ഇത് പറഞ്ഞ് വിശ്വാസത്തോടുകൂടെ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളെ കുറിച്ചിട്ട്, ഹബീബായ തങ്ങൾക്ക് ഒരു കഴിവും ഇല്ല. ഇതിനിടക്ക് ഒരു വീഡിയോ കണ്ടു. നമ്മൾ പല ആളുകളും യൂട്യൂബുകൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അതിലൊക്കെ കാണും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ നികൃഷ്ടമായിട്ട്, വളരെ മോശമായിട്ട് അവിടുന്ന് ചിത്രീകരിക്കുന്ന പല വീഡിയോസുകളും നമ്മൾ അതുപോലെയുള്ള വീഡിയോസുകളിലേക്ക് നമ്മൾ പൊട്ടുപോകണ്ട, കേൾക്കാനേ പാടില്ല. കാരണം എന്തേ? നമ്മുടെ മനസ്സിൽ വല്ലാതെ സംശയം വന്നു പോകും. പഠിച്ചവനെ എന്തായി പറയുന്നത്? മുത്തുനബിയെ കുറിച്ച് പറയുന്ന പല വാചകങ്ങളും കേൾക്കുമ്പോ നമ്മൾക്ക് വല്ലാതെ സങ്കടം വന്നു പോകും. അല്ലാഹ് എന്തായി പറയുന്നത്? നമ്മൾ ശഹാദത്ത് പറയുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞിട്ടാ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ ഹബീബിന്റെ പേര് പറയണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നിട്ട് ഹബീബായ തങ്ങളെ കുറിച്ച് വളരെ നികൃഷ്ടമായി, വളരെ മോശമായിട്ട് അവിടുന്ന് ചിത്രീകരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ഹബീബിന്റെ സ്ഥാനം എത്രയാണെന്ന് അതിന് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തും കൂടി ഇറക്കുന്നുണ്ട്. അതിന് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തും കൂടി പറയുന്നുണ്ട്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ഗഹനമായിട്ട് എന്റെ ഉമ്മമാരെ കേൾക്കണം, എന്റെ സഹോദരിമാരെ വളരെ ഗൗരവത്തിൽ കേൾക്കണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കേൾക്കണം. പല വീഡിയോസുകളും പല സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെടുമ്പോ പലരും നമ്മുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്ന പലതും നമ്മിലേക്ക് കടന്നു വരും. ഖുർആൻ കൊണ്ട് നമ്മളെ കബളിപ്പിക്കുകയാണ്, ഖുർആൻ കൊണ്ട് കബളിപ്പിക്കുന്നു പല ആളുകളും. ഖുർആനിന്റെ ബാഹ്യമായി ഓപ്പണായി ഖുർആനിന് ഇങ്ങനെ പരിഭാഷപ്പെടുത്താൻ പറ്റൂല, ഖുർആനിന്റെ ബാഹ്യമായ അർത്ഥം വെക്കാൻ പറ്റൂല, പൊതുവായി ഖുർആനിന്റെ വാക്യങ്ങൾ വായിച്ചിട്ട് അർത്ഥം വെക്കാൻ പറ്റൂല. അത് ചിലപ്പോ പല പിഴവിലേക്കും ചെന്നുവിട്ടു പോകും. ശ്രദ്ധിക്കണം, ഖുർആനിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, ഖുർആനിന് ഒരുപാട് ഉള്ളർത്ഥങ്ങളുണ്ട്, ഖുർആനിനെ കുറിച്ച് ഒരുപാട് ഉള്ളിൽ അറിയേണ്ട ഒരുപാട് ഭാഷകൾ ഖുർആനിലുണ്ട്, ഒരുപാട് തഫ്സീറുകൾ ഖുർആനിലുണ്ട്. ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഏത് ആയത്താ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ അവിടുന്ന് വെള്ളിയാഴ്ച നിങ്ങൾ ഓതുന്ന കഹ്ഫ് സൂറത്തിൽ കാണാം, ഇന്നമാ അന ബശറും മിഥ്ലുക്കും,
ഇന്നമാ അന ബശറും മിഥുലുക്കും. ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞ വാചകമാണ്. അതിന്റെ അർത്ഥം എന്താ? ബാഹ്യമായ അർത്ഥം വെച്ചാൽ, നമ്മൾ വരികൾ നോക്കി അർത്ഥം വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നബിയെ ഇന്നമാ അന ബശറും മിഥുലുക്കും, നബിയെ അങ്ങ് സാധാരണ ഒരു മനുഷ്യനാണ്. ഒരു സാധാരണ ഇന്നമാ അന ബശറും മിഥുലുക്കും, സാധാരണ ഒരു മനുഷ്യനാണ് നിങ്ങൾ. ഇത് ബാഹ്യമായ അർത്ഥം വെച്ച് നമ്മുടെ മുമ്പിൽ പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? നമ്മൾ എന്താണ് ചിന്തിക്കുക? സുബ്ഹാനല്ലാഹ്, മുത്തുനബിക്ക് ഒരു കഴിവുമില്ല, സാധാരണ മനുഷ്യനാണ് അല്ലേ? ഹബീബായ തങ്ങൾ സാധാരണ മനുഷ്യനാണ്, എന്നെ പോലത്തെ നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് എന്ന് ഈ ആയത്തോതിയിട്ട് അർത്ഥം വെച്ച് തരുന്നു, നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. നബിയെ കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ, നബിയെ തങ്ങൾ സാധാരണ മനുഷ്യരാണ്. എങ്ങനെ? അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോഴാ ആയത്തിന്റെ വിശദീകരണം മനസ്സിലാക്കുമ്പോഴാ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തഫ്സീർ ഇട്ടുകൊണ്ട് മഹാന്മാര് പറഞ്ഞത്, നബിയെ തങ്ങളൊരു അചേതന വസ്തു അല്ല, തങ്ങളൊരു കല്ലോ ഒരു മരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തു അല്ല, സാധാരണ മനുഷ്യരെ പോലെ കയ്യും കാലും മൂക്കുമുള്ള ഒരു മനുഷ്യനാണെന്ന്, എല്ലാ അവയവങ്ങളുമുള്ള സാധാരണ മനുഷ്യനെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെ. പക്ഷേ അങ്ങേക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് 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 മോചിതത്തുകളുണ്ട്. ഈ അങ്ങേക്ക് അല്ലാഹുവിന്റെ സന്ദേശം എത്തുന്നുണ്ട്, അങ്ങേക്ക് അല്ലാഹുവിന്റെ കഴിവുകൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. മഹദിയായ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ദിവസം ഭാര്യ അവിടുന്ന് ചെന്നുകൊണ്ട് തന്റെ കയ്യിൽ നിന്ന് മുത്തുനബിന്റെ ശരീരം ഇങ്ങനെ വിയർത്ത് ഒലിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ശരീരം ഇങ്ങനെ വിയർപ്പിങ്ങനെ ഒഴുകുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഉമ്മു സുലൈം ബീവി തങ്ങൾ അതാ റസൂലുള്ളാഹിന്റെ പത്നി അവിടുന്ന് തന്റെ കൈ കൊണ്ട് വിയർപ്പ് വടിച്ചെടുത്തിട്ട് ഒരു കുപ്പിക്കകത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്, കുപ്പിയിൽ ശേഖരിക്കുന്നു. പെട്ടെന്ന് നബി തങ്ങൾ ഉറക്കുന്നെഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താ ചെയ്യുന്നത് എന്ന് തന്റെ ഭാര്യയോട് ചോദിച്ചപ്പോ ആ മഹദി അവർകൾ റസൂലുള്ളാഹി തങ്ങളോട് പറയാണ്, ഓ നബിയേ, ഞങ്ങൾ അങ്ങയുടെ വിയർപ്പ് ശേഖരിച്ചു വെക്കുന്നതും ഞങ്ങളെ മക്കൾക്ക് വല്ല പനിയോ തലവേദനയോ വല്ല രോഗമോ വന്നാൽ ആ വിയർപ്പിൽ നിന്നൊരു തുള്ളി കൊടുത്താൽ രോഗത്തിന് ശമനമുണ്ടാകും. അല്ല, ഞങ്ങൾ ആ വിയർപ്പ് അത്രയായി ഉപയോഗിക്കാറുണ്ട് നബിയേ. അമ്പറിനെക്കാളും ഊതിനെക്കാളും വലിയ പവർ അങ്ങയുടെ വിയർപ്പിനുണ്ട്, അങ്ങയുടെ വിയർപ്പിനുണ്ട്. ആര് പറയുന്നു? റസൂലുള്ളാഹിന്റെ പത്നി അവിടുന്ന് മുത്തുനബിയോട് പറയുകയാണ്. ആലോചിക്കേ, എന്നെ പോലത്തെ നിങ്ങളെ പോലത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? റസൂലുള്ളാഹിന്റെ വിയർപ്പ് അത്തറായി ഉപയോഗിക്കുന്നു എന്നാ പറഞ്ഞത്. നമ്മുടെ അത്തർ തന്നെ ഉപയോഗിച്ചാൽ നമ്മുടെ വിയർപ്പിന്റെ നാറ്റം മാറുന്നില്ല. വ്യത്യാസം മനസ്സിലാക്കി. ഒരു മനുഷ്യന് സാധാരണ മനുഷ്യനെ പോലത്തെ മനുഷ്യനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്കിൽ ഈ പറയുന്ന മനുഷ്യന്റെ വിയർപ്പോ ഒരു ദിവസം കുടിച്ചില്ലെങ്കിൽ പിന്നെ കെട്ടിയോളം ഒന്നും ചേർക്കൂല, ചവിട്ടി പുറത്തെടുക്കും, കണക്കേറ്റു അടുക്കാൻ പറ്റൂല. ഒരു മനുഷ്യൻ 2 ദിവസം കുളിക്കാതിരുന്നാൽ അവന്റെ വിയർപ്പ് നാറ്റം കൊണ്ട് പിന്നെ അടുക്കാൻ പറ്റൂല. ഹബീബായ തങ്ങളുടെ വിയർപ്പിന്റെ നാറ്റമില്ല. വിയർപ്പ് അത്രയായി ഭാര്യമാര് ഉപയോഗിച്ചിരുന്നു. ഇനിയും കേൾക്കണോ നിങ്ങൾക്ക്? മഹദിയായ ആയിഷ ഉമ്മ പറയുന്ന സംഭവം കാണാം. സഹാബത്ത് പറയുന്ന സംഭവങ്ങൾ കാണാം. അവിടുന്ന് പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്താൽ ആ സ്ഥലത്ത് അതിന്റെ മാലിന്യങ്ങൾ കാണുമായിരുന്നില്ല, അതിന്റെ മാലിന്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് അറക്കുന്ന വെറുക്കുന്ന ഒരു വ്യസനവും ഒരു മോശത്തരങ്ങളും കണ്ടിരുന്നില്ല. ആരാ പറയുന്നത്? ഇത് സ്വഹാബത്താ പറയുന്നത്. സ്വഹാബത്താ പറയുന്നത്, തന്റെ അനുചരന്മാരാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ഒരു തെറ്റിദ്ധാരണയുടെ ഒരു തോന്നൽ പോലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഹബീബായ തങ്ങളെ നന്നായി നമ്മൾ സ്നേഹിക്കണം. റസൂലുള്ളാഹിയെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പോലും നമ്മുടെ മനസ്സിലേക്ക് തോന്നാൻ പാടില്ല. ഞാൻ പറയും, ഉസ്താദേ, എന്ത് പറഞ്ഞാലും നമ്മൾ നല്ലത് മാത്രം എടുത്താൽ മതി, വടക്കങ്ങ് വിട്ട് കളഞ്ഞാ പോലെ അല്ലേ? ഞാൻ അങ്ങനെ ചിന്തിക്കും. ഇൽമിന്റെ മജ്‌ലിസിലേക്ക് പറയുന്ന വേണമെന്ന് പറയുമ്പോ അതിൽ നല്ലത് മാത്രം എടുത്താൽ മതിയല്ലോ. പറയുന്നത് നല്ലതേതാണ് വടക്കേതാണെന്ന് എനിക്ക് മനസ്സിലായാലല്ലേ എനിക്കതിനെ തിരുത്താൻ പറ്റൂ. ഇതുപോലൊരു വാദിന്റെ സദസ്സിൽ പോയിട്ട് ഹദീസ് ഓതിയിട്ട് വയത് പറയുമ്പോ ആ ഹദീസിന്റെ പകുതിയിൽ അല്ലെങ്കിൽ ആ ആയത്തിന്റെ പകുതിയിൽ നിന്ന് വല്ലതും എടുത്തു മാറ്റിയിട്ടുണ്ടോ? ഞമ്മക്കറിയില്ലല്ലോ. അറിയാതെ മുത്തുനബിയെ കുറിച്ചിട്ട് ഇതുപോലെ ആയത്തുകൾ വിശദീകരിച്ചാൽ, ഖുർആനിന്റെ ബാഹ്യമായി ഇങ്ങനെ അർത്ഥം വെച്ചു കൊടുത്താൽ വല്ലാതെ പിഴവ് സംഭവിച്ചു കൊടുക്കും കേട്ടോ. ഖുർആനിന്റെ പരിഭാഷ എടുത്തിട്ട് ഇന്ന് പല ആളും പല പരിഭാഷകൾ എടുത്തിട്ട് ഖുർആനിന്റെ പരിഭാഷ വായിക്കുകയാണ്, ഖുർആനെ പഠിക്കുകയാണ്. കഴിയില്ല. ഖുർആനിന്റെ പരിഭാഷ നോക്കിയിട്ട് നമുക്ക് ഖുർആനിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക്, ഖുർആനിന്റെ അർത്ഥ ശൃംഖലയിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയില്ല. ആരെക്കൊണ്ടും കഴിയില്ല. ഖുർആനിന്റെ വിശദീകരണങ്ങൾ കൊണ്ടല്ലാതെ ഖുർആനിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഖുർആനിന്റെ ഓരോ ആയത്തുകൾക്കും ഒരുപാട് ഉള്ളർത്ഥങ്ങളുണ്ട്, ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. എത്രയോ പാഠ്യങ്ങളുള്ള തഫ്സീറുകൾ വിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. ഓരോ ആയത്തുകൾക്കും എത്രയോ പേജുകൾ നിറയുന്ന വിശദീകരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ചില്ലറ കിതാബ്, ചില്ലറ ഗ്രന്ഥമല്ല, സാധാരണ ഒരു ഗ്രന്ഥമൊന്നുമല്ല. അതുകൊണ്ട് പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പറയുന്നത് കേട്ടതായി അലി റളിയല്ലാഹു അൻഹു പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നതായി ഞങ്ങൾ കേട്ടു. എന്താ കേട്ടത്? സയഅതി ഖൗമുൻ ഫീ ആഖിരിസ് സമാൻ. നിങ്ങൾ കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. സയഅതി ഖൗമുൻ ഫീ ആഖിരിസ് സമാൻ. കാലത്തിൽ അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം വരും, കുറച്ച് കൂട്ടർ വരും. എങ്ങനെയുള്ള വിഭാഗമാണ്? അഹ്ദാസുൽ അസ്നാൻ. കണ്ടോ? അഹ്ദാസുൽ അസ്നാൻ, നവാഖിസുൽ അഖ്ൽ. പല്ലുകൾക്കും ഓണകൾക്കും ബുദ്ധിക്കൊക്കെ കേട് സംഭവിച്ച ചില ആളുകൾ, പല്ലുകൾ നാവുകൾക്കും ബുദ്ധിക്കും കേട് സംഭവിച്ച ആളുകൾ, വൈകല്യം സംഭവിച്ച ചില കൗമുകൾ, ചില വിഭാഗങ്ങൾ ആഖിറു സമാനിൽ കടന്നു വരും. അവർ പറയും, മിൻ ഖൗലി ഖൈറിൽ ബരിയ, മോശമായതേ അവർ പറയും, ഒരു ഗുണവുമില്ലാത്ത വാക്കുകൾ അവർ പറയും. പോരാ, ലാ യുജാവിദു ജനഹനാതിറുഹും യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ് സഹമ മിനർ റമ്യാ. പിന്നിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ അവരുടെ വാക്ക് കേട്ടാൽ തീരെ തെറിച്ചു പോകും. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, തീരെ അവിടെ നിന്ന് ഊരിപ്പോകും. അങ്ങനെയുള്ള ചില വിഭാഗങ്ങൾ വരും. അതുകൊണ്ട് അവരുടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടേ നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ. അത് കേട്ടുകൊണ്ട് പിഴച്ചു പോകണ്ട എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പോരാ, നബിതങ്ങൾ വീണ്ടും പറയുന്നു, റഅയ്തു ലൈലത ഉസ്രി ബിൽ സമാ. ആകാശ ലോകത്തേക്ക് എന്നെ കൊണ്ട് യാത്ര ചെയ്തു. ഇസ്രാ മിഅ്റാജ് എന്ന ഒരു യാത്ര നടന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ്
ബുറാഖ് എന്ന പ്രത്യേക വാഹനത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ട് ഒരു യാത്ര നടത്തി. എവിടേക്കാ യാത്ര നടത്തിയത്? ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഒരു യാത്ര നടത്തി. ഈ ഇസ്രാ എന്ന് പറയുന്ന യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശവും കണ്ട്, സ്വർഗ്ഗവും കണ്ട്, നരകവും കണ്ട്, സിദ്റത്തുൽ മുൻതഹ കണ്ട്, എല്ലാം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് തിരിച്ചു വന്നു. ആരെ കൊണ്ട് കഴിയും? പ്രവാചകന്മാരിൽ നിന്ന് മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ, എനിക്കൊന്ന് എന്നെ ഒന്ന് കാണണമെന്ന്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിയോട് പറഞ്ഞു, അല്ലാഹു തആല വേണ്ട മൂസ, എന്നെ കാണുക എന്നത് അസാധ്യമാണ്, എന്നെ കാണാൻ കഴിയില്ല, അതുകൊണ്ട് കാണണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് മാറ്റിവെക്കണം. അല്ലാഹുവിനോട് മൂസാ നബി പറഞ്ഞു, ഇല്ല റബ്ബേ, എനിക്ക് അങ്ങയെ ഒന്ന് കാണണം, ഒരു നോക്ക് അങ്ങയെ ഒന്ന് എനിക്ക് കാണണം, റബ്ബിനെ കാണാൻ. മൂസാ നബി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, മൂസാ നബിയെ, ഇന്നാലിന്ന ദിവസം നിങ്ങൾ അവിടുന്ന് ജബൽ നൂർ എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് നിങ്ങൾ വരണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്ഷണിക്കുന്നു. ചരിത്രം നീണ്ടതാണ്, കിടക്കുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കാണാൻ വരുന്നു. ആ കാണാൻ വരുന്ന സമയത്ത് അല്ലാഹു തആല പർവ്വതത്തിന്റെ താഴെ എത്തിയപ്പോ മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, ഫഖ്ലഅ്നാ ഇലൈക യാ മൂസാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ചെരുപ്പ് മാറ്റി വെച്ചിട്ട് ഈ പർവ്വതത്തിലേക്ക് കയറണം. മൂസാ നബി പർവ്വതത്തിലേക്ക് കയറിയപ്പോൾ അല്ലാഹു തആലയോട് ചോദിക്കുന്നു, മൂസാ, എവിടെയാണ് റബ്ബേ, നിന്നെ കാണുന്നില്ലല്ലോ. അല്ലാഹു പറഞ്ഞു, ഇന്ന ഭാഗത്തേക്ക് നോക്കൂ മൂസാ. മൂസാ നബി ശ്രദ്ധിച്ചു നോക്കുമ്പോഴതാ മൂസാ നബി കാണുന്നു ചെറിയ ഒരു പ്രകാശം. ഇങ്ങനെയുള്ള പ്രകാശ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, مثل نوره كمشكاة فيها مصباح المصباح في الزجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور. അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് ചെറിയ ഒരു രശ്മി അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് വന്നപ്പോ മൂസാ നബിക്ക് കാണാൻ വേണ്ടി അല്ലാഹ് എത്രയോ കോടിക്കണക്കിന് പ്രകാശത്തിൽ നിന്ന് ഒരു ചെറിയ രശ്മി അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജഅലഹു ദക്ക വഖറ മൂസാ സായിഖാ. വിശുദ്ധ ഖുർആൻ പറയാണ്, മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ട് വീണു എന്ന് മാത്രമല്ല, പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞുപോയി. ഹബീബായ തങ്ങൾ അങ്ങനെയാണോ അല്ലാഹുവിനെ കണ്ടത്? അല്ല. ജിബ്രീൽ മുഖേന ബുറാഖ് എന്ന മൃഗത്തിൽ കയറുന്നു. കയറിയിട്ട് ഇസ്രാ എന്ന് പറയുന്ന ഒരു സിയാറത്ത് ടൂർ നടത്തുന്നു. സുബ്ഹാനല്ലദീ അസ്റാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ലേ? സുബ്ഹാനല്ലദീ അസ്റാ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് മുത്തുനബിയെയും കൂട്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സിയാറത്ത് ടൂർ നടത്തി. ഇത് ഒരു വല്ലാത്ത വിശുദ്ധ ഖുർആനിൽ മുത്തുനബി പഠിപ്പിച്ച ഏറ്റവും വലിയ തെളിവാ. ഒരു യാത്ര തുടങ്ങാനുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്. എന്നാ യാത്ര? മിഅ്റാജ് എന്ന് പറയുന്ന നീളമായ ഒരു യാത്ര അല്ലാഹുവിന്റെ റസൂലിന് തുടങ്ങാനുണ്ട്. അതിനു മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനെയും കൂട്ടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞേക്കുന്നു, മുത്തുനബിയെയും കൂട്ടി ഒരു സിയാറത്ത് ടൂർ നടത്തണം. എവിടെയാ സിയാറത്ത്? മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു സിയാറത്ത് ടൂർ നടത്തണം. എന്തിനാ മസ്ജിദുൽ അഖ്സയിലേക്ക് സിയാറത്ത് ടൂർ നടത്തണം എന്ന് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്,
മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെയും കൂട്ടി സിയാറത്ത് ദൂർ നടത്തി. എന്തുകൊണ്ടാണ് അല്ലാഹു തആല മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയെ തിരഞ്ഞെടുത്തത്? മഹാന്മാരെ വിശദീകരിക്കുന്നു. എന്തുകൊണ്ടാ മസ്ജിദുൽ അഖ്സയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സിയാറത്ത് നടത്തിയത്? ബാറകനാ ഹൗലഹു, ബാറകനാ ഹൗലഹു എന്ന് പറഞ്ഞതിന് മഹാന്മാരെ തഫ്സീർ ഇട്ടത് ലിഖുബൂരിൽ അംബിയാഇ വസ്വാലിഹീൻ, അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബർ അതിന് ചുറ്റുമുണ്ട്. അതുകൊണ്ട് അവരുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് യാത്ര തിരിക്കാൻ മുത്തുനബിയെ കൊണ്ട് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് യാത്ര പോയി. കേട്ടോ, അതാണ് ഗൾഫിലേക്കൊക്കെ യാത്ര പോകുമ്പോ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് യാത്ര തിരിക്കുന്നത്. അതിന് ബറക്കത്തുണ്ട്, അതിന് ബറക്കത്തുണ്ട്. മഹാന്മാരായ ഔലിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന്റെ ബറക്കത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാജ് എന്ന് പറയുന്ന അല്ലാഹനെ കാണാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു യാത്ര നടത്തിയപ്പോ അപ്പൊ മസ്ജിദുൽ അഖ്സയിലേക്ക് അമ്പിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ് നബി തങ്ങൾ അവിടുന്ന് യാത്ര പോയത്. എങ്ങനെ? മസ്ജിദുൽ അഖ്സയിൽ തന്റെ വാഹനം അവിടുന്ന് പാർക്ക് ചെയ്തു. ബുറാഖ് എന്ന് പറയുന്ന വാഹനം അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, നബിയെ ഇനി പോകേണ്ടത് മലക്കിനെ പോലെ സഞ്ചരിക്കണമെന്ന്. കണ്ണെത്താ ദൂരത്തേക്ക് മിന്നൽ വേഗത പോരാ, അതിലും അപ്പുറം സ്പീഡിൽ സഞ്ചരിക്കണം നബിയെ, അങ്ങേക്ക് അതിനുള്ള കഴിവല്ല തന്നിട്ടുണ്ട്. അങ്ങനെ നബി തങ്ങൾ ഏഴാകാശവും കടന്ന് സിദ്റത്തുൽ മുൻതഹായി കടന്ന് എല്ലാം കടന്ന് അത്താലി ബഹരി നൂരി ജിബ്രീൽ വഖഫ് തഗ്ലി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ട് ജിബ്രീൽ അവിടുന്ന് എത്തിയ താലി ബഹരി നൂരി ജിബ്രീൽ വഖഫ്, ഒരു പ്രകാശത്തിന്റെ പുഴയുടെ അടുത്തെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിൽക്കുകയാ. എന്നിട്ട് പറയുന്നു, നബിയെ ഇനി എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, നോ അഡ്മിഷൻ, എനിക്കിന് പറ്റൂല, എനിക്ക് ഇവിടം വരെ പെർമിഷൻ ഉള്ളൂ, ഇവിടെ എനിക്ക് ഞാൻ നിങ്ങളെ കാത്തു നിൽക്കാം, അങ്ങ് ഒറ്റയ്ക്ക് ഇനി പോകണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജിബ്രീലേ ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? അതേ നബിയെ, എനിക്കിതിനപ്പുറം ഇവിടുന്ന് ഒരു ചവിട്ട് ഞാൻ മുമ്പോട്ട് വെച്ചാൽ ഞാൻ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകും നബിയെ, അങ്ങേക്ക് മാത്രമേ ഇതിന് പ്രവേശനമുള്ളൂ. അങ്ങനെ നബി തങ്ങൾ ഇരിക്കുമ്പോഴാ വിളിക്കുന്നത്, അതാ അല്ല വിളിക്കുന്നു പ്രകാശപ്പുഴയുടെ അപ്പുറത്ത് നിന്ന്. എന്താ വിളിക്കുന്നത്? നബിയെ അങ്ങ് പേടിക്കണ്ട, അങ്ങ് കടന്നു വരൂ നബിയെ. അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ, അങ്ങേ സൃഷ്ടിച്ച സർവശക്തനായ റബ്ബാ വിളിക്കുന്നത്. അങ്ങ് വരൂ നബിയേ, അങ്ങ് വരൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പോയി എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അമ്പും വില്ലും ഏത് വിധത്തിലാണോ അടുത്തത് അല്ല, ഔ അദ്നാ, അതിനെ കാണും അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അടുത്ത് പോയി, ബന്ധമുണ്ടായി. ഇത് വിശുദ്ധ ഖുർആനാ പറഞ്ഞത്. അല്ലാഹുവുമായിട്ട് മുനാജാത്ത് നടത്തിയിട്ട് അല്ലാഹു തആല അവിടുന്ന് നിസ്കാരം നിർബന്ധമാക്കിയത് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലല്ലേ, ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഔലിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യല് അത് വലിയ പവറാണ് മുഅ്മിനീങ്ങൾക്ക്. മഹാനായ അബൂ അബ്ദുല്ലാഹിൽ മഹാമിലി തങ്ങൾ പറയുന്നു, അഅരിഫു ഖബറ മഹ്റൂഫിൽ ഖർഹി. മഹ്റൂഫിൽ ഖർഹി എന്ന് പറയുന്ന മഹാന്റെ ഖബർ മുൻദു 70 സന, 70 വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു ഖബറാണ് മഹ്റൂഫുൽ ഖർഹി എന്ന് പറയുന്ന മഹാന്റെ ഖബർ. മഹാനവറുകൾ പറയുന്നു, മാ ഖസദഹു മഹ്മൂമൽ, എനിക്ക് വല്ല വിഷമവും വന്നാൽ ഞാൻ നിർത്തുകയാണ്. വല്ല വിഷമവും എനിക്ക് വന്നാൽ അതേ ഞാൻ മഹാനായ മഹ്റൂഫിൽ
തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചൊല്ലും. എന്റെ വിഷമം ഞാൻ മഹാനോട് പറയും. മഹാനോട് റെക്കമെൻഡ് ചെയ്യും, നിങ്ങളൊന്ന് റബ്ബിനോട് പറയണം എന്റെ വിഷമം തീർക്കാൻ. ഞാനിത് പറഞ്ഞാൽ ഇല്ലാ ഫറജല്ലാഹു ഹമ്മാ, ഏത് പ്രയാസമാണെങ്കിലും എന്റെ പ്രയാസം അല്ലാഹ് തീർത്തു തന്നിരുന്നു. മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ, 4 മദ്ഹബിൽ ഒരു മദ്ഹബ് സ്വീകരിച്ചവരാണ് നമ്മൾ. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, ഇന്നി ലാ തബറകു ബി അബീ ഹനീഫ. ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നേ, ഞാൻ അബീ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ബറക്കത്ത് എടുക്കുന്ന ആളാണ്. വാജിഉ ഇലാ ഖബരി ഫി കുല്ലി യൗം. ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു, വാജിഉ ഇലാ ഖബരിഹി, ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് ഞാൻ പോകും. എപ്പോ പോകും? ഏതെങ്കിലും ഒരു ദിവസം പോകുന്നല്ല പറഞ്ഞത്, ഫീ കുല്ലി യൗം, എല്ലാ ദിവസവും ഞാൻ അബീ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് പോകും. ആരാ പറയുന്നത്? മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ തങ്ങളാ പറയുന്നത്. അതേ മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് ഞാൻ പോകുമായിരുന്നു. ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും പോകുന്ന മാത്രമല്ല, സ്വല്ലൈതു റകഅത്തൈൻ, ഞാൻ 2 റകഅത്ത് അവിടെ നിസ്കരിക്കും. 2 റകഅത്ത് അവിടെ നിസ്കരിച്ചിട്ടോ വജഅതു ഇലാ ഖബരി വസഅൽതുല്ലാഹൽ ഹാജത ഇന്ന ഖബരിഹി. അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ നിന്നിട്ട് ഞാൻ എന്റെ ആവശ്യം അല്ലാഹുവോട് ചോദിക്കുമായിരുന്നു. ആരാ പറയുന്നത്? മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് 2 റകഅത്ത് നിസ്കരിച്ചിട്ട് മഹാനവറുകളുടെ ഖബറിന്റെ അടുക്കൽ നിന്നിട്ട് ഞാൻ എന്റെ ആവശ്യം അല്ലാഹുവോട് ചോദിക്കുമായിരുന്നു. മഹാനായ ഹസൻ ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അഹമ്മനി അംറി ഫഖസത്തു ഖബ്ര മൂസ ഇബ്നു ജാഫർ. മൂസ ഇബ്നു ജാഫർ എന്ന് പറയുന്ന ആളുടെ ഖബറിന്റെ അടുക്കൽ ഞാൻ പോകും. ഹസൻ ഇബ്നു ഇബ്രാഹിം എന്നവർ പറയുന്നു, ഫതവസ്സൽതു ബിഹി, അവരോട് ഞാൻ വസീലയാക്കിയിട്ട് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുമായിരുന്നു. അവരെ വസീലയാക്കിയിട്ട് ഞാൻ ചോദിക്കും, സഹറല്ലാഹു ബിമാ ഉരിദു, എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടതെല്ലാം അവിടുന്ന് തരുമായിരുന്നു. മഹാന്മാരുടെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് അവരെ മുൻനിർത്തിയിട്ട് അല്ലാഹുവോട് ചോദിക്കുമ്പോ അല്ലാഹ് തൃപ്തിപ്പെട്ട മഹാന്മാർ, അല്ലാഹ് ഇഷ്ടപ്പെട്ട മഹാന്മാർ, അല്ലാഹ് ബഹുമാനിച്ച ഔലിയാക്കൾ, അവരോട് ചോദിക്കുമ്പോ അവരെ നമുക്ക് വേണ്ടതെല്ലാം തരുമെന്നതിൽ ഒരു സംശയവും വേണ്ട. വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് വാപ്പ മരിച്ചാൽ വാപ്പാന്റെ മയ്യത്ത് വരാന്തയിൽ കിടത്തിയിട്ട് സുബ്ഹാനല്ലാഹ്, അറിയോ നിങ്ങള്, അറിയോ എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് കണ്ടവനാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മുടെ മക്കളിൽ ഈ വിഷം കയറി ഇറങ്ങിയിട്ട് നമുക്കിങ്ങനെ ഒരു അവസ്ഥ വന്നുകൂടാ. വാപ്പമാരെ, ഉമ്മമാരെ, ഗൗരവത്തിൽ മനസ്സിലാക്കിക്കോ, ഗൗരവത്തിൽ ചിന്തിച്ചോ. ആ ഉമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഉസ്താദേ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോ മകനെ വീട്ടിനകത്ത് നിന്ന് ഉമ്മയോട് കയർക്കുകയാണ്, ഉമ്മയോട് ചീത്ത പറയുകയാണ്. ഇത് കേട്ടപ്പോ ഈ ഉമ്മ വിളിച്ചു പറയുന്നു, ഉസ്താദേ നിങ്ങൾക്കറിയോ, ഇവന്റെ വാപ്പ മരിച്ചപ്പോ ഒരു യാസീൻ ഓതിയിട്ടില്ല, ദുആ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല, തൽഖീർ ഓതാൻ സമ്മതിച്ചിട്ടില്ല. 4 വർഷമായി ഇവന്റെ വാപ്പ മരിച്ചിട്ട് ഒരു മൗലൂദ്, ഒരു യാസീൻ പോലും, ഒരു ദിക്ർ പോലും എന്റെ മകൾ എന്റെ വാപ്പാക്ക് കൊടുത്തിട്ടില്ല. ഓ എന്റെ ഉമ്മമാരെ, ഓ എന്റെ വാപ്പമാരെ, ഗൗരവത്തിൽ ചിന്തിക്കണേ. വാപ്പാന്റെ മയ്യത്ത്, ഉമ്മാന്റെ മയ്യത്ത് വീട്ടുവരാന്തയിൽ വെച്ചിട്ട് മകനെ വന്നിട്ട് ആറ്റുനോട്ട് വളർത്തിയ പൊന്നു മോനെ, തലയിൽ വെച്ചാൽ പേരരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞ് വാത്സല്യത്തോടെ സ്നേഹത്തോടെ വളർത്തിയ മകനെ, ആ മകൻ വന്നിട്ട് നാളെ വാപ്പാന്റെ മയ്യത്ത് അവിടെ നിർത്തിയിട്ട് പറയുന്നു, എന്റെ വാപ്പാക്ക് യാസീൻ ഓതണ്ട, എന്റെ വാപ്പാക്ക് ദിക്ർ ചൊല്ലണ്ട, എന്റെ വാപ്പാൻ
വാപ്പാനെ ഖബറിന്റെ അടുത്ത് തൽക്കീൽ പറഞ്ഞു കൊടുക്കണ്ട, തസ്ബീഹ് പറയണ്ട. എന്റെ വാപ്പാനെ കൊണ്ടുപോയി ഏതെങ്കിലും നാൽക്കാലികൾ കൊണ്ടുപോയി കുഴി പിടിച്ചിട്ട് ഒരു കുഴിയിലേക്ക് താഴ്ത്തിയിടുന്നത് പോലെ എന്റെ വാപ്പാന്റെ മയ്യത്ത് കുഴി പിടിച്ചിട്ട് താഴ്ത്തിയിടുന്നതെന്ന് പറയുന്ന മക്കള്, അങ്ങനെയുള്ള മക്കളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഓ എന്റെ വാപ്പാ, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. ഓ ഉമ്മ, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഹസീനോദണം, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി സദഖ ചെയ്യണം, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതണം, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയിട്ട് ഖത്ം ഓതണം, ദിക്റിന്റെ മജ്ലിസ് കഴിക്കണം, സ്വലാത്തിന്റെ മജ്ലിസ് നടത്തണം, അതിലേക്ക് സദഖ കൊടുത്തിട്ട് എന്നെ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടിയിട്ട് എന്റെ വാപ്പാന്റെ ഖബർ വിശാലമാകാൻ, എന്റെ വാപ്പാന്റെ ഖബറിലേക്ക് എത്താൻ ദുആ ചെയ്യണേ എന്ന് പറയുന്ന മക്കളെ നമ്മൾ വാർത്തെടുക്കണം. അങ്ങനെയുള്ള മക്കളെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം. നാഫിയായ നല്ല ഇൽമ പറഞ്ഞു കൊടുത്തോ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുത്തോ. ഏത് ആശയവും ഇസ്ലാമിന് വിരുദ്ധമായ മുൻകറായ ഏത് ആശയവും നമുക്ക് വേണ്ട. നിങ്ങൾക്കറിയുമോ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, അന്ന മിൻ അൻഫാസ് സദഖാതിൽ മയ്യിത്ത്, അതേ നബിയേ, ഒരു മയ്യത്തിന് നല്ല ഒരു സദഖ, നല്ല ഒരു സദഖയുണ്ടോ നബിയേ, മരിച്ചാൽ എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഉമ്മീ മാതത് അഫാസതഖു അൻഹാ, നബിയേ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് നബിയേ. എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് മരിച്ച് കഴിഞ്ഞ എന്റെ ഉമ്മാക്ക് ഖബറിലേക്ക് ലഭിക്കാൻ വല്ല സ്വതക്കയും ഉണ്ടോ നബിയേ, വല്ല അമലും ഉണ്ടോ എന്ന് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ റസൂല് പറഞ്ഞത്, അല്ലയോ സഅദേ, അതംഫൗഹാ സദഖതി ലഹാ വയഊദു അലൈഹാ സവാബാ വതുഅജറു ബിഹാ. അതേ, നിന്റെ വാപ്പ ഉമ്മാക്ക് കൂലി കിട്ടുന്ന, നിന്റെ ഉമ്മാക്ക് ഖബറിൽ രക്ഷപ്പെടാനുള്ള സദഖ ഉണ്ട് സാദേ. ഫഖാല സഅദ് റളിയല്ലാഹു അൻഹു, ഫഅയ്യു സദഖത്തിൻ അഫ്ളലു, ഏതാണ് നബിയേ അഫ്ളലായ സദഖ, ഏതാണ് നബിയേ ഏറ്റവും അഫ്ളലായ സദഖ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറയുന്നു, സഖിയുൽ മാ, വെള്ളം കൊടുക്കലാണ്. മുത്തുനബി മറ്റൊരു ഹദീസിൽ പറഞ്ഞില്ലേ, അഫ്ളലു സദഖത്തി സഖിയുൽ മാ, സദഖയിൽ വെച്ച് ഏറ്റവും അഫ്ളലായത് വെള്ളം കൊടുക്കല എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത സ്ഥലത്ത്, സാധനങ്ങളോട് മുത്തുനബി പറയുന്നു, വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കിണർ കുഴിച്ചു കൊടുത്തോ. ചരിത്രത്തിൽ കാണാം, സാധനങ്ങൾ അവിടെ നിന്ന് ഒരു കിണർ കുഴിക്കുകയും കിണർ കുഴിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, ആദാലി ഉമ്മി സാദ്, ഇത് എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ കുഴിച്ചതാണ്, ഇത് എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള സദഖയാണ്. മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടിയിട്ട്, ഉമ്മാനെ ഖബറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധനങ്ങൾ അവിടെ നിന്ന് കിണർ കുഴിച്ചു കൊടുത്തു. അത് കുഴിക്കാൻ വേണ്ടി നിർദ്ദേശം ഹബീബായ തങ്ങളുടെ സാധനങ്ങളോട് കൊടുത്തു. ഇത് ചരിത്രമാണ്, ഇത് മുത്തുനബി പഠിപ്പിച്ച തെളിവാണ്. ഇനിയും ഹബീബായ തങ്ങൾ ഒരുപാട് സംഭവങ്ങൾ മരിച്ചു പോയവർക്ക് ഖബറിൽ കിടക്കുന്ന വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടിയിട്ട് സദഖ കൊടുത്താൽ, ദിക്ർ ചൊല്ലിയാൽ, ഖുർആൻ ഓതിയാൽ അവർക്ക് വലിയ പവറുണ്ട്, അവർക്ക് കൂലി കിട്ടുമെന്നതിൽ ഒരുപാട് മഹാന്മാർ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി തരട്ടെ, അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവാണ്. മഹാനായ ഇബ്നു ഹബ്ബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മൾ എല്ലാ മഹാന്മാരുടെ അടുക്കലും ചെന്നുകൊണ്ട് ദുആ ചെയ്യണം.
എല്ലാ മഹാന്മാരും നമ്മുടെ ദുആ സ്വീകരിക്കും. അവരുടെ ദുആ സ്വീകരിക്കുന്നതോടുകൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട രൂപത്തിലാവും. മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ സ്മരിക്കപ്പെടുന്ന മാസവും കൂടിയാണ്. അവിടുത്തെ മദ്ഹ് പറയണം, അവിടുത്തെ മൗലൂദുകൾ പാരായണം ചെയ്യണം, അവിടുത്തെ മദ്ഹുകൾ നന്നായി വീടുകളിൽ ഓതണം. അവിടുത്തെ പൊരുത്തം കിട്ടാൻ അവിടുത്തെ മദ്ഹുകൾ നന്നായി നമ്മൾ പാരായണം ചെയ്യുന്നവരാകണം. മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പാപങ്ങളെ സ്നേഹിച്ച മഹാനായിരുന്നു. കുഷ്ഠരോഗികളുടെ കൂടെ അവിടുന്ന് വല്ലാതെ രോഗം കൊണ്ട് അനുഭവിക്കുന്ന ആളുകളുടെ നാട്ടിൽ ചെന്നുകൊണ്ട് അവർക്ക് സേവനം ചെയ്യുമായിരുന്നു. അവർക്ക് വേണ്ടി മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുമായിരുന്നു. കുഷ്ഠരോഗം പിടിച്ച നായെ കൊണ്ടുപോയിട്ട് ഒരു മലമുകളിൽ കൊണ്ടുപോയി 40 ദിവസം ശുശ്രൂഷകൾ ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിനെ അവിടുന്ന് തെരുവിനെ കഴിച്ചു വിട്ടപ്പോ നാട്ടുകാർ ചോദിച്ചു, അല്ല അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഒരു കുഷ്ഠരോഗം പിടിച്ച് നാട്ടുകാർ അടിച്ചോടിച്ച നായെ നിങ്ങൾ വൃത്തിയാക്കിയിട്ട് രോഗം കൊടുത്ത് രോഗത്തിൽ നിന്ന് ശുശ്രൂഷകൾ നടത്തിയിട്ട് നിങ്ങൾ നന്നാക്കിയതിനെ തെരുവിലേക്ക് വിട്ടത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അല്ല ജനങ്ങളെ, നാളെ എന്നോട് എന്റെ റബ്ബ് ചോദിക്കും, അല്ല അഹ്മദേ, നിന്റെ മുമ്പിൽ ഒരു നായ അവിടുന്ന് ചികിത്സയില്ലാതെ വിഷമിക്കുമ്പോ എന്തേ നീ തിരിഞ്ഞു നോക്കിയില്ല എന്ന് എന്നോട് നാളെ എന്റെ റബ്ബ് ചോദിച്ചാൽ അതിന് മറുപടി ഞാൻ പറയേണ്ടി വരുമെന്ന് അവിടുന്ന് മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻകറായ ഇസ്ലാമിന്റെ വിരുദ്ധമായ ഏതൊരു കാര്യം കണ്ടാലും ആ കാര്യത്തെ എതിർക്കേണ്ട കടമ ഓരോ ആളുകളിലുമുണ്ട്. അല്ലാഹു അഹ്ല ഖറിയത്തിൽ ഒരു ഖറിയെ ഒരു നാട്ടിനെ അല്ലാഹു ശിക്ഷിച്ചു. റസൂലുള്ളാഹി പറയാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആയിഷ ഉമ്മാനെ തൊട്ട് റിവായത്തിലിരിക്കുന്ന ഹദീസ്, അല്ലാഹു അഹ്ല ഖറിയ, ഒരു നാട്ടിലെ മുഴുവൻ അഹിലുകാരെയും അല്ലാഹു നശിപ്പിച്ചു. എങ്ങനെ? ഫിഹാ 18,000 ഇവിടുത്തെ ആളുകളുണ്ടായിരുന്നു, 18,000 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു നാടിനെ തന്നെ അല്ലാഹു നശിപ്പിച്ചു. എന്തേ നശിപ്പിച്ചതിന്റെ കാരണം എന്നറിയോ? അമലുഹും അമലുൽ അംബിയാ. നബിതങ്ങൾ പറയുന്നു, അവരെ അമല് കുറഞ്ഞു പോയതുകൊണ്ടല്ല, അവരെ നിസ്കാരം കുറഞ്ഞു പോയതുകൊണ്ടല്ല, അമലുഹും അമലുൽ അംബിയാ, അംബിയാക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രസിദ്ധരായ ആളുകളായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത്. എന്തേ? പിന്നെ എന്തേ നബി അവരെ അല്ലാഹു നശിപ്പിച്ചത്? പറഞ്ഞു, ലം യഖൂലു യഗ്ളിബൂന അല്ലാഹ് വലാ യഅ്മുറൂന ബിൽ മഅറൂഫി വലാ യൻഹൗന അനിൽ മുൻകർ. നല്ലത് കൊണ്ട് അവർ കൽപ്പിച്ചില്ല, മോശമായതിനെ തൊട്ട് അവർ വിരോധിച്ചില്ല. അല്ലാഹുവിന്റെ ദീനിന് എതിരായ കാര്യങ്ങൾ കാണുമ്പോ ആ നാട്ടിലുള്ള ആളുകൾ എതിർക്കാൻ നിന്നില്ല, അതിനെ തടുക്കാൻ നിന്നില്ല. അല്ലാഹുവിന്റെ ദീനിന് എതിരായ വിഷയങ്ങൾ വന്നപ്പോ ഈ 18,000 ആളുകളും മൗനം പാലിച്ചു, അതിനെതിരെ ശബ്ദിച്ചില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുമ്പോ ഞാനും നിങ്ങളും മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിൽ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ ദീനിലുള്ള വിഷയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. നമ്മുടെ ഉമ്മവാപ്പമാർ, നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന പാത, നമുക്ക് കാണിച്ചു തന്ന വഴി, നേരായ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആ വഴിയെ നമ്മൾ സഞ്ചരിക്കാൻ പാടുള്ളൂ. അതിൽ നിന്ന് തെറ്റിയിട്ട് സഞ്ചരിച്ചു പോകണ്ട. ഉമ്മമാരെ, ദീനിന്റെ കാര്യങ്ങൾ ദീനറിയുന്ന ആലിമീങ്ങളോട്, അവരോട് ദീനിനെ കുറിച്ച് ചോദിക്കണം, അതറിഞ്ഞ് പഠിക്കണം. പഠിച്ചിട്ട് ദീനിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ കേട്ടുകേൾവി കൊണ്ട് ദീനിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. അല്ലെങ്കിൽ എഴുത്തോ വായനയോ കൊണ്ട് നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കരുത്. ദീനിന്റെ അതേ മുറക്ക് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യണം. ₹5 ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു സന്തോഷത്തിൽ